ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വിവോ Y33T എന്ന മോഡൽ അൺബോക്സ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയപ്പം ഇത് അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ ഫീച്ചേഴ്സും ഡീറ്റെയിൽസും ഒക്കെ കാണിക്കാം എന്ന ഉദ്ദേശത്തോടെ എടുക്കുന്നതാണ് ഈ വീഡിയോ. ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ സ്പെസിഫിക്കേഷനും പ്രൈസിൻ്റെ കാര്യമെല്ലാം നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൽ സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സറാണ് വരുന്നത്. ഗെയിമിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഫോൺ ഇഷ്ടപ്പെടും. കാരണം ഇതിൽ 8+4 GB റാം വരുന്നുണ്ട്. അതുകൂടാതെ നല്ലൊരു പവർഫുള്ളായിട്ടുള്ളൊരു പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. ഇതിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി ബാക്കപ്പാണ് ഇതിൽ കിട്ടുന്നത്. ഇതിൽ 18 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബാറ്ററി ചാർജ് ആകുകയും ചെയ്യും. ഇനി നമുക്കിതിൻ്റെ സെറ്റിൻ്റെ കൂടെ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് നമുക്ക് നോക്കാം. സിം ഇജക്ടർ വരുന്നുണ്ട്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് വരുന്നുണ്ട്, അതുപോലെ വാറണ്ടി കാർഡ് വരുന്നുണ്ട്, നമ്മുടെ മൊബൈൽ, പിന്നെ സി ടൈപ്പ് ചാർജറാണ് വരുന്നത്. ഇപ്പോൾ നോർമലി എല്ലാ മൊബൈൽസും സി ടൈപ്പ് ചാർജറാണ് വരുന്നത്. പിന്നെ ഹെഡ്സെറ്റും വരുന്നുണ്ട്. അതോടൊപ്പം ഒരു ബാക്ക് കവറും കൂടി വരുന്നുണ്ട്. ഈ മോഡൽ 2 കളേഴ്സാണ് വരുന്നത്. മിറർ ബ്ലാക്കും മിഡ് ഡേ ഡ്രീം എന്ന് പറയുന്ന 2 കളേഴ്സാണ് വരുന്നത്. ഇത് മിറർ ബ്ലാക്ക് എന്ന് പറയുന്ന മോഡലാണ്. നല്ലൊരു ലുക്കുണ്ട് ഈ സെറ്റ് കാണാൻ തന്നെ. ഇനി നമുക്കിതിൻ്റെ സൈഡ് ബട്ടണും അതിൻ്റെ ഡീറ്റെയിൽസും നോക്കാം. സെറ്റിൻ്റെ താഴത്തെ ഭാഗത്തിലാണെങ്കിൽ സ്പീക്കർ, ചാർജിങ് പോർട്ട്, മൈക്ക്, ഹെഡ്സെറ്റ് കണക്ടിവിറ്റിയാണ് വരുന്നത്. റൈറ്റ് സൈഡിലാണെങ്കിൽ വോളിയം ബട്ടൺ വരുന്നുണ്ട്, ലോക്ക് ബട്ടണുമാണ് വരുന്നത്. ഇതിൻ്റെ ടോപ്പിൽ ഡ്യുവൽ സിം ഇടാനുള്ളതും മെമ്മറി കാർഡ് ഇടാനുള്ള പോർട്ടുമാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഒന്നുമില്ല. ഇതിൽ മെയിൻ ക്യാമറ വരുന്നത് 15 MP വൈഡ് ക്യാമറയാണ്. 2 MP മാക്രോ ക്യാമറ വരുന്നുണ്ട്. 2 MP ഡെപ്ത് ക്യാമറയും വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 16 MP നല്ല ഡിസ്പ്ലേ ക്വാളിറ്റി വരുന്നുണ്ട്. കാരണം 1080 പിക്സലിൻ്റെ അൾട്രാ ക്ലിയർ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ഫോണിൻ്റെ സോഫ്റ്റ്വെയറും അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും ഒക്കെ നോക്കാം. ഇതിൽ ഫൺ ടച്ച് OS ആണ് വരുന്നത്. 2.4 GHz സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറാണ് വരുന്നത്. 8.4 GB റാം ആണുള്ളത്. ആൻഡ്രോയിഡ് വെർഷൻ വരുന്നത് 11 ആണ്. ഫോൺ സ്റ്റോറേജ് 128 GB ഉണ്ട്. ക്യാമറയിലുള്ള അഡ്വാൻസ് ഫീച്ചേഴ്സ് ഇനി നമുക്ക് നോക്കാം. നൈറ്റ് മോഡ് വരുന്നുണ്ട്, പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്, പിന്നെ സിംഗിൾ ഫോട്ടോസൊക്കെ എടുക്കാൻ ഫോട്ടോ ഓപ്ഷൻ, വീഡിയോ, പിന്നെ മോർ ഓപ്ഷൻ വരുന്നുണ്ട്. അതിൽ 15 MP സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഓപ്ഷനുണ്ട്, പനോരമയിൽ എടുക്കുന്ന ഓപ്ഷനുണ്ട്, പിന്നെ ലൈവ് ഫോട്ടോ ആയിട്ട് എടുക്കുന്ന ഒരു ഓപ്ഷനുണ്ട്, പിന്നെ സ്ലോ മോഷനിൽ എടുക്കുന്ന ഒരു ഓപ്ഷൻ, ടൈം ലാപ്സ് നമുക്ക് ടൈം സെറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനുണ്ട്. പ്രോ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് SLR ക്യാമറയിലൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റിങ്സ് ഉള്ളതുപോലെ തന്നെ നമുക്ക് ISOയും ഈ അപ്പേച്ചറും ഒക്കെ സെറ്റ് ചെയ്ത് എടുക്കുന്ന രീതിയിൽ എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് പ്രോ എന്ന് പറയുന്നത്. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫംഗ്ഷൻ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം നമുക്ക് ലൈറ്റിംഗ് ഒക്കെ കുറവുള്ള സ്ഥലത്ത് ലൈറ്റ് കൂട്ടിയും കുറച്ചും ഒക്കെ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒത്തിരി ഫങ്ഷനുള്ള ഒരു സെറ്റിങ്സാണ്. മറ്റ് പല ഫോണുകളിലും കാണാത്ത അഡീഷണൽ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫി ഫീച്ചേഴ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് ഏകദേശം 19,000 വരുന്നുണ്ട്.
ഇതിൽ വാട്ടർമാർക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. അത് നമ്മുടെ സെറ്റിൻ്റെയും ടൈമിൻ്റെയും ലൊക്കേഷൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മുടെ ഫോട്ടോയിൽ വരുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷനാണ്. നല്ലൊരു ഫങ്ഷനാണത്. പലപ്പോഴും ആ ഒരു ഫങ്ഷൻ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഈ ഒരു മോഡലിൽ എടുത്തിട്ടുള്ള ഫോട്ടോസിൻ്റെ ക്വാളിറ്റി നമുക്ക് നോക്കാം. ഈ മോഡലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇത്രയാണ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.